നടിമാർക്ക് തുണിയൊക്കെ കുറച്ചിട്ടുള്ള കുറച്ച് ആൽബങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഡയറക്ടർമാർക്ക് പങ്കുണ്ട്, പ്രൊഡ്യൂസർമാർക്ക് പങ്കുണ്ട്. അവൻ പ്രൊഡ്യൂസറാകുന്നതിൻ്റെ ഉള്ളിൽ വേറെ കുറേ ഉദ്ദേശങ്ങളുണ്ട്. ഇതിൻ്റെ വീഡിയോ ചിത്രീകരണ വേളയിൽ കുറച്ച് പെൺകുട്ടികളെ കാണാം, പറ്റിയാൽ അവരൊരു ബന്ധം സ്ഥാപിക്കാം, രണ്ട് തരം ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ടീമാണ് പോയ്സൺ, മറ്റൊരു പൂതി തീർത്തതാണ്. ഇപ്പോൾ സിനിമാക്കാർ നമ്മളെ കണ്ടിട്ടുള്ളത് എന്താണ്? ആൽബത്തിൻ്റെ ആളുകൾ കുറച്ച് പേര് നമ്മളെ പുച്ഛത്തോടെ കാണാനും ഓഡിയൻസിലേക്ക് അതൊരു വളിപ്പൻ സാധനമാണെന്ന് വരുത്തി കൂട്ടാനും കരുതി കൂട്ടി ശ്രമിച്ച ഒരു വലിയ സംഘം സിനിമാ രംഗത്തുണ്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ വരും, ഓനൊന്നും സിനിമയിലൊന്നും പാടാനായിട്ടില്ല, ഞാൻ സിനിമയിൽ പാടാൻ വേണ്ടി വന്നതെന്ന് ആര് പറഞ്ഞു? ആരോടെയും പറഞ്ഞോ? എവിടെയെങ്കിലും പറഞ്ഞോ? നമ്മൾ ഇന്നതേ പെടുത്താൻ പറ്റില്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ് തീരുമാനിക്കാന്നൊക്കെ പറയുന്നത് അത് കുറച്ച് ആൾക്കാർ മാത്രം ധാരണയാണ്. ഈ ഒരു ടേബിളിന് ചുറ്റും ഒരു കമ്മിറ്റി ഉണ്ടാക്കി 4 ആൾക്കാർ വിലയിരുത്തിയിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, ഇതിന് അതില്ല ഇതില്ല, അതൊന്നും നിർണ്ണയിക്കാൻ ഇവിടെ ആരും ആയിട്ടില്ല. മാറ്റാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കാൻ ഇത് പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിന്റെ വേദമൊന്നും അല്ലല്ലോ. ഇതൊരു കലയാണ്. നിങ്ങൾ അവരുടെ സ്വഭാവ ശുദ്ധി നോക്കിയിട്ടാണ് അവരുടെ പ്രതിഭകൾ സ്വീകരിച്ചതെങ്കിൽ, അവരുടെ സൃഷ്ടികൾ സ്വീകരിച്ചതെങ്കിൽ ഒരു വസ്തുവിന് കൊള്ളൂല. സൃഷ്ടികളല്ലാതെ വ്യക്തിത്വം ഞാനിത് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. 800 രൂപ ദിവസക്കൂലിക്ക് ടെക്സ്റ്റൈൽസിൽ എൻ്റെ സുഹൃത്തിൻ്റെ, അത് ഭയങ്കര ഭീകരമായ പണിയായിപ്പോയി. ഞാൻ പണ്ടും പണിക്ക് പോയിട്ടുണ്ട്. നാളെ ഇതില്ലാണ്ടായാലും ഞാൻ വേറെ പണിക്ക് പോണ്ടേ? ആൽബത്തെ ആരൊക്കെയോ മാപ്പിളപ്പാട്ടുകൾ എന്ന് ലേബിളിൽ എഴുതി വെച്ചതാണ് പ്രശ്നം. മാപ്പിളപ്പാട്ടിന് ടാക്സ് ഇല്ലല്ലോ, ഫോക്ക് ഇനത്തിൽ പെടുന്നതല്ലേ. വെൽക്കം ഷാഫി കൊല്ലം. സ്വാഗതം. കുറച്ചാൾ മുൻപ് ഒരു ഇൻ്റർവ്യൂവിലാണെന്ന് പറഞ്ഞു വേടൻ പറഞ്ഞിട്ടുണ്ട്, കലാഭവൻ മണിച്ചേട്ടനെ പറ്റി ചോദിക്കുമ്പം അദ്ദേഹം വെട്ടിയ വഴിയിലൂടെയാണ് ഞങ്ങളൊക്കെ നടന്നു വരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഷാഫിയുടെ ഒരു സംഗീതം ഒരു നമ്മുടെ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ലൈൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് സ്റ്റിൽ എന്നാലും കുറച്ചുകൂടി ആ ഒരു സൗന്ദര്യം വരുന്ന സംഗീതമാണ്. ഇപ്പം ഒറ്റ വാക്ക് ചോദിച്ചു കഴിഞ്ഞപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഇതിലേക്ക് വരുന്നു, ആ ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ആരെങ്കിലും വെട്ടിയ വഴിയിൽ പിന്തുടർന്ന് വന്നതായിരുന്നു ഈ റൂട്ടൊക്കെ? ഒരിക്കലും. അതാണ് ഇതിൻ്റെ മെയിൻ. ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് നിന്നുള്ള വിമർശനം നേരിടേണ്ടി വന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതായത് മാപ്പിളപ്പാട്ടിനെ നശിപ്പിച്ചു എന്നാണ് എന്നെക്കുറിച്ച് അന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നെക്കുറിച്ചല്ല, അന്ന് വന്നിട്ടുള്ള ഒരുവിധം എല്ലാവരെക്കുറിച്ചും. അപ്പോൾ ഞാൻ മാത്രമാണ് അതിന് മറുപടി പറഞ്ഞിട്ടുള്ളൂ. മാപ്പിളപ്പാട്ടാണോ എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പേരുകളും പാടുമ്പോൾ അത് മാപ്പിളപ്പാട്ടെന്നുള്ള രീതിയിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമ്മൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റായി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒരു ആൽബം മീഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ അതിന് മുമ്പ് ആൽബം എന്ന് പറഞ്ഞ് മലയാളത്തിൽ കാണുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലളിതഗാനങ്ങളാണ് കുറേ വന്നിട്ടുള്ളത്. അതിൽ പിന്നെ നമ്മളെ മധുമഴ ആയിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ആ ഏരിയയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മലബാറിൽ നിന്ന് വന്നിട്ടുള്ള മനോഹരമായ മധുമാഷിൻ്റെ മധുമഴ എന്ന് പറഞ്ഞ അമ്മക്കുയിലേ ഒന്ന് പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്ന് നീരാടിക്കോട്ടെ, ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ, നിന്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ, അങ്ങനെ തുടങ്ങുന്ന കുറേ നല്ല പാട്ടുകളുള്ള മധുമഴ. അതൊരു ലളിതഗാനം സ്റ്റൈലിൽ അങ്ങനെ വരുന്നു. പിന്നീട് ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ്റെ കുറേ നല്ല പാട്ടുകൾ, ജയേന്ദ്ര സാറിൻ്റെ കുറേ, ഇതിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് മലബാറിൻ്റെ ഒരു മൊഞ്ച് ഇശലിൻ്റെ ഈണങ്ങളിൽ കൊണ്ടുവരികയും എന്നാൽ വരികളും ഓർക്കസ്ട്രേഷൻ സ്റ്റൈലും പുതുമുള്ളതാവണം. ഉദാഹരണത്തിന് പറയാം, എൻ്റെ രണ്ടാമത്തെ വർക്ക് മൂന്നാമത്തെ വർക്ക് സ്വപ്നമായതിൽ രൂപ എന്ന് പറഞ്ഞ വർക്കിൽ പിന്നെ പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ നീ മുത്തുമാല കോർത്തു വച്ചതാർക്കു വേണ്ടി, സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽബിൽ ഈ ഇഷ്ടമാകെ കാത്തു വച്ചതാർക്കു വേണ്ടി എന്നുള്ള പാട്ട്. ഇത് 6/8 തെക്കട്ട നമ്മളിങ്ങനെ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തബല ഡോല് ഇതാണ് റിതം സൈഡ് ഉണ്ടാവും, പിന്നെ ഒരു കിക്ക് ഉണ്ടാവും ആകെപ്പാടെ. ഞാൻ ശശിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ശശികൃഷ്ണയാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഞാൻ ആഗ്രഹിച്ച ഒരു ആൽബം മീഡിയയുടെ ഒരു പാറ്റേണിന് വേണ്ടി ഓർക്കസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ശശിയേട്ടനാണ്. ശശിയേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കിതിൽ തകില്, നാസുരം, ഈ പറഞ്ഞ നഗര തുടങ്ങിയ എല്ലാ ഐറ്റംസും വേണം. എന്നിട്ട് നമ്മളൊരു റെഫറൻസ് കൊടുക്കും.
ഈ സാധനം ഇങ്ങനെ വേണമെന്നുള്ളത്. അപ്പം രാജാ സാറിൻ്റെ പാട്ടുകൾ, മാങ്കുയിലെ പോലത്തെ പാട്ടുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റൈൽ ഓഫ് റിത്തം. അപ്പം തനുചേട്ടൻ പെട്ടെന്ന് മനസ്സിൽ മൂപ്പർ ഉടനടി തകലും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റക്കട ഇങ്ങനെ മതിയോ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അപ്പം പലരും കൂടെ നമ്മളെ കൂടെ ഉള്ളവരിക്കടാ ഇതിനകത്ത് നമ്മളെ മാപ്പിളപ്പാട്ടിൻ്റെ സ്റ്റൈലുള്ള പാട്ടിൽ ഈ തകിലും നാദസ്വരമൊക്കെ ഞാൻ പറഞ്ഞ അതിനാണ് ഞാനിത് ചെയ്തു വെക്കുന്നത്. അതായത് ഇത് മാപ്പിളപ്പാട്ടല്ല, ഇത് മാപ്പിളപ്പാട്ടാന്ന് തെറ്റിദ്ധരിച്ചത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിന് ടാക്സ് ഇല്ലല്ലോ, ടാക്സ് ഇല്ല. ഈ ഫോക്ക് ഇനത്തിൽ പെടുന്നതല്ലേ, നാടൻ കലകളിലുള്ള. അപ്പോൾ ഈ പറഞ്ഞ വിപണിയിൽ ഇതിറക്കുമ്പോൾ ആൽബത്തെ ആരൊക്കെയോ മാപ്പിളപ്പാട്ടുകൾ എന്ന് ലേബിളിൽ എഴുതി വെച്ചതാണ് പ്രശ്നം. അപ്പോൾ പിന്നീട് അതില്ലാണ്ടായി കേട്ടോ. പിന്നീട് നമ്മൾ കലാലയം, നീ എൻ്റെ ഇതിൽ അങ്ങനത്തെ പാട്ടുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, ഗാലറി വിഷൻ്റെ ഒക്കെ വർക്കുകൾ വരുമ്പോഴത്തേക്ക് മാപ്പിളപ്പാട്ടുകൾ എന്നുള്ള സാധനം നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം അത് വേറെ തന്നെ ഒരു കാറ്റഗറി കിടക്കുകയാണ്. മാപ്പിളപ്പാട്ടിൽ ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ താജ്ദാര മദീന പോലത്തെ ഡിവോഷണൽ സൂഫി ലൈനിലുള്ള കുറച്ച് സാധനങ്ങൾ, അങ്ങനത്തെ മെസ്സേജസ് ഉള്ള മാപ്പിളപ്പാട്ടിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇതിപ്പം ഇന്നതേ പെടുത്താൻ പറ്റില്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ് തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് ആൾക്കാർ മാത്രം ധാരണയാണ്. ഓഡിയൻസിന് എങ്ങനെയാണിത് ഓക്കെ ആകുന്നതുള്ളതാണല്ലോ ആസ്വാദകൻ്റെ മൈൻഡിൽ. പിന്നെന്താണ്, അല്ലാതെ ഈ ഒരു ടേബിളിന് ചുറ്റും ഒരു കമ്മിറ്റി ഉണ്ടാക്കി 4 ആൾക്കാർ വിലയിരുത്തിയിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, അതില്ല ഇതില്ല, അതൊന്നും നിർണ്ണയിക്കാൻ ഇവിടെ ആരും ആയിട്ടില്ല. അങ്ങനെ ഒരു നിർണയം പോയ കാലത്തെ മഹാരഥന്മാരാരും ചെയ്തു വെച്ചിട്ടുമില്ല. പിന്നെ ഓരോ സ്റ്റൈൽ ഓഫ് ഓരോ വിഷയങ്ങൾക്ക് ഓരോ സ്റ്റൈൽ ഓഫ് സിംഗിങ് ഉണ്ട്. ഇപ്പം പടപ്പാട്ട്, മാപ്പിളപ്പാട്ടിനകത്ത് തന്നെ പല പിന്നെ നൂൽ മധുഹും മാലപ്പാട്ടുകൾ, ബൈത്തുകൾ, അങ്ങനെ നാത്തുകൾ, കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ പടപ്പാട്ട് എന്ന് പറയുന്ന സാധനം മോയിൻകുട്ടി വൈദ്യരും അങ്ങനത്തെ ആളുകളൊക്കെ എഴുതിയിട്ടുള്ള സാധനങ്ങൾ പോകുന്നതൊരു വേറെ പാറ്റേണാണ്. അതും മാപ്പിളപ്പാട്ടാണ്. ഇപ്പുറത്ത് ജനങ്ങളെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ എന്താ പറയുക, ഈ സ്ത്രീധന പ്രശ്നം വന്നപ്പം നാത്തൂന്മാരെ പൊന്നു നാത്തൂന്മാരെ, അത് നമ്മളെ പൊറാട്ട് നാടകങ്ങളൊക്കെ ഇല്ലേ, അതിൽ നിന്നുണ്ടായതാണ് ആ പാട്ട്. അപ്പോൾ എല്ലാത്തിനെയും കൊണ്ടുവച്ച് ഉൾക്കൊള്ളിച്ച് എല്ലാ വിഷയങ്ങളും പറഞ്ഞ ഒരു സ്ഥലമാണ് മാപ്പിളപ്പാട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് വേണമെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം, ഇതും മാപ്പിളപ്പാട്ടാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ആ അവകാശവാദം ഉന്നയിക്കുന്നേ ഇല്ല. ഇതിനെ ആൽബം മീഡിയയായിട്ട് മാത്രം കാണുക നമ്മളൊക്കെ സമർപ്പിക്കുന്ന സാധനം. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി ഇതാണ്. നമ്മളൊരിക്കലും ഇന്ന ആളെ ശൈലിയിൽ ഞാൻ കുറച്ച് പാട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് വന്ന ആളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അന്ന് കുറച്ച് സാധനം ഇറങ്ങലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 4/4 ഒക്കെ പാറ്റേൺ ബീറ്റ് ഇടും, അല്ലെങ്കിൽ 6/8 പാട്ടുകളാണ്. അങ്ങനെ നേരത്തെ ഒരു 10 മിനിറ്റ് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പോവും. പാട്ടുകൾ, പഴയ പാട്ടുകൾ ഇങ്ങനെ കോർത്ത് പാടിക്കൊണ്ടിരിക്കും, ഒരേ റൂട്ടിലുള്ള കുറച്ച് പാട്ടുകൾ, ഉടനെ ജുമൈലത്തൊക്കെ പോലെ. നമ്മൾ ദിൽഹേ ഫാത്തിമ 20 കൊല്ലം മുമ്പ് 2006 ചെയ്യുമ്പം ഞാനും ജലാലിൻ്റെ അടുത്ത് പറയുന്നത്, ജലാലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്, ഞാൻ പറയുന്നത് നമുക്കിത് തേജേട്ടൻ്റെ അടുത്ത് പോയിട്ട് വേറൊരു സ്റ്റൈലിൽ ചെയ്യണം. അതായത് വെസ്റ്റേൺ ബീറ്റ് ബോക്സും ഹിന്ദുസ്ഥാനി കൾച്ചറിലുള്ള കുറേ ഇൻസ്ട്രുമെൻ്റൽ പരിപാടികളും, എന്നാൽ പോയ കാലത്തും ഇന്നൊക്കെ അന്ന് ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഫ്രഷായിട്ടിരിക്കുന്ന ഫാത്തിമ പോലത്തെ, സാജിദ പോലത്തെ പാട്ടുകളും, പിന്നെ മൂസഖാൻ്റെയും ഷെരീഫ് ഖാൻ്റെ ഒക്കെ പഴയ പാട്ടുകൾ, പീർ ഖാൻ്റെ ഒക്കെ, ഇതെല്ലാം ചേർത്തുകൊണ്ട് കൊണ്ടുപോകണം. പക്ഷേ ഇത് പക്ക ഇതിൻ്റെ പ്രോഗ്രാമിങ് സ്റ്റൈൽ മാറ്റണം, വെസ്റ്റേൺ ആക്കണം. അത് ആണ് നമ്മൾ കൊണ്ടുവന്നത്. അല്ലാതെ പണ്ടുണ്ടായിരുന്ന ശൈലിയിൽ തന്നെ പോകാനാണെങ്കിൽ ഞങ്ങൾക്ക് മറ്റേ പാറ്റേണും വെറുതെ ഒരു 4/4 ബീറ്റ്സ് വിട്ടിട്ട് വെറുതെ അതിൻ്റെ മുകളിൽ കുറച്ച് പാട്ട് പാടി നോൺ സ്റ്റോപ്പ് ഇറക്കായിരുന്നു. നമ്മൾ പുതുമ എന്ത് കണ്ടെത്തുന്നുള്ള, പുതിയതായിട്ട് ഇതിൽ എന്താണ് ഒരു സ്പേസ് ഉള്ളത് മ്യൂസിക്കിൽ ഇപ്പോഴും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നമ്മൾ സിനിമാറ്റിക് ആയിട്ടുള്ള മാപ്പിള പാട്ടുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പോപ്പിലേക്ക് പോയില്ലേ, അതിൻ്റെ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ മുഴുവൻ അല്ലേ. അപ്പോൾ ആളുകൾക്ക് അത് സ്വീകാര്യതയാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ കലകളും ആവശ്യപ്പെടുന്നത് അനിവാര്യമാണ്. കാലാനുസൃത മാറ്റങ്ങൾ ആസ്വാദകർക്ക് സംഗീതത്തിൽ നിർബന്ധമായിട്ടു മാറ്റാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കാൻ ഇത് പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിന്റെ വേദമൊന്നും അല്ലല്ലോ. ഇതൊരു കലയാണ്.
തീർച്ചയായിട്ടും ആ മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്, അല്ലാണ്ട് ഒന്നിനെ പിന്തുടരല്ല ചെയ്യും. അല്ല ഇത്. ഷാഫി, താജുദ്ദീൻ വടകര, നിങ്ങൾ കുറച്ച് പേരുടെ ഒരു വലിയ സക്സസ് സമയം, അപ്പം ആ സ്റ്റാർട്ടിങ് സമയമുണ്ട്, ഇപ്പോൾ ദിൽഹെ ഫാത്തിമ, ആ ഒരു സമയം കഴിഞ്ഞ് അതിനെ പിന്തുടർന്ന് കെട്ടുകണക്കിന് മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള ആൽബംസ്, മാപ്പിള സോങ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മൾ കേൾക്കുമ്പോൾ അറിയാമല്ലോ, വാക്കുകൾ വരികൾ കേൾക്കുമ്പം അറിയാം നമുക്കിത് ആരായിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. ഇപ്പം അതല്ലാതെ കുറച്ച് പർട്ടിക്കുലർ, ഇപ്പം ചക്രമുത്ത്, മണിമുത്ത്, അങ്ങനെ കുറേ വാക്കുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഇതിൻ്റെ ഒരു വരികളുടെ, എനിക്ക് സംഗീതത്തെ പറ്റി അത്ര നോളജ് ഇല്ല, പക്ഷേ ഈ ഒരു മീറ്റർ പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് വരികളുള്ള ഒരുപാട് സോങ്ങുകളുടെ കുത്തൊഴുക്കുകൾ വന്നു. അപ്പം അങ്ങനെ ആ ഒരു കാറ്റഗറി വന്നപ്പോൾ ആൾക്കാർ തന്നെ എന്താണ് ഒരുപാട് നിങ്ങളുടെ പാട്ടുകൾ മാറി ഇതെല്ലാം ഒരുമിച്ച് കണ്ട് അതിൻ്റെ ഒരു ലെവൽ താഴെ പോകുന്ന രീതിയിലേക്ക് ഒരു സമയത്ത് എത്തിയിരുന്നു. ഞാൻ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ഇത് കുറേ കഴിയുമ്പോൾ തട്ടിക്കൂട്ടി വരികൾ എഴുതി അങ്ങനത്തെ നിങ്ങളെ പിന്തുടർന്നാണ് ഈ പാട്ടുകളൊക്കെ വന്നത്. ഇതിൻ്റെ ഒരു സ്വീകാര്യത ഈ ഒരു ഇൻസിഡൻ്റ് ഒക്കെ കുറച്ചൊക്കെ ഒന്നും മങ്ങിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. അല്ലല്ല, എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, തുടക്കത്തിലേ മനസ്സിലായി. 2 തരം പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 2 തരം ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഞാൻ ആവേശ് കുമാറുകൾ എന്നൊക്കെ പറയുന്ന മാതിരി പൂതി തീർക്കൽ ആൾക്കാർ ഇതൊരു എളുപ്പം മീഡിയ ആക്കി മാറ്റി. ഗൾഫിൽ നിന്ന് ഒരാൾ വരുന്നു, അപ്പോൾ അവനെ പ്രൊഡ്യൂസർ ആക്കുന്നു. അപ്പോൾ അവൻ പ്രൊഡ്യൂസർ ആകുന്നതിൻ്റെ ഉള്ളിൽ വേറെ കുറേ ഉദ്ദേശങ്ങളുണ്ട്. ഇതിൻ്റെ വീഡിയോ ചിത്രീകരണ വേളയിൽ കുറച്ച് പെൺകുട്ടികളെ കാണാം, പറ്റിയാൽ അവരൊരു ബന്ധം സ്ഥാപിക്കാം, അതിന് അഭിനയ സാധ്യത വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പൂതി തീർക്കൽ കുറച്ച് ടീം ഇറങ്ങി. ഇതിനെ തടയിടാനോ അല്ലെങ്കിൽ ഇതിന് ഇങ്ങനത്തെ ചിട്ടവട്ടകളോ ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഒരു സംഘടിതമായ സംഘടന അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ തന്നെ ഞാനീ പറഞ്ഞ രണ്ടാമത്തെ, ഇപ്പം പറയാൻ പോകുന്ന രണ്ടാമത്തെ കാറ്റഗറി ടീം അതിൻ്റെ ഇടയിലും വന്ന് അലമ്പുണ്ടാക്കി. തടയിട്ടതല്ല, അവരിതിനകത്ത് കയറി ഇരുന്നുകൊണ്ട് തന്നെ ഇതിനെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞു. രണ്ടാമത്തെ ടീമാണ് പോയ്സൺ. മറ്റൊരു പൂതി തീർത്തതാണ്. അവരൊന്നോ രണ്ടോ വർക്ക് ചെയ്തോ അവരൊക്കെ പോയി ബഹളത്തിൽ. ശല്യമില്ല, കുറച്ച് കോമഡി നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പം നമ്മളെ കാണുമ്പോൾ ശരിക്കും ഞാനും ആൽബംകാരനാന്ന് പറയുമ്പോൾ ഓക്കേടാ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കുകയും ചെയ്യും. അവരെ കൊണ്ട് ഉപദ്രവമില്ല, അവർ പൂതി തീർത്തവരാണ്. രണ്ടാമത്തവന്മാരാണ് വിഷം എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു മീഡിയ സിനിമയ്ക്കൊക്കെ സമാന്തരമായിട്ട് ഇങ്ങനെ വന്നിട്ട് ചെറിയ ബഡ്ജറ്റിൽ വലിയ ഓഡിയൻസിനെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ പിന്നെ എന്താ പറയേണ്ട ആളുകളായിട്ട്, ഹീറോസായിട്ട് നമ്മളെപ്പോലെ കുറച്ച് ആളുകളെ ഇവർക്ക് പ്രിയപ്പെട്ട അവരുടെ വീട്ടിലെ എല്ലാ ചടങ്ങുകൾക്കും അവരെ ക്ലബിൻ്റെ പരിപാടിക്കും ഉത്സവ പരിപാടിക്ക് വരെ നമ്മൾ വിളിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. മറ്റവൻ്റെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരെ അന്നം മുടങ്ങാൻ തുടങ്ങി. വളരെ സീരിയസ് ആയിട്ട് ഞാൻ പഠിച്ച് അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്, ഇതൊരു ഊഹാഭോഗങ്ങളൊന്നല്ല. അപ്പോൾ ഇതിനെ തനിക്കാക്കി വെടുക്കാക്കുക എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും കുറച്ച് ആൽബങ്ങൾ ചെയ്യുന്നു എന്ന വ്യാജേന ഇവരിതിൻ്റെ അകത്ത് കടന്നുകൂടി കരുതിക്കൂട്ടി നശിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സാധനങ്ങളെ കോമഡി വൽക്കരിച്ചും അശ്ലീലങ്ങൾ കലർത്തിയും ഒക്കെ ഇതിനെ താഴോട്ട് കൊണ്ടുവരാൻ. അതിൽ ഡയറക്ടേഴ്സിന് പങ്കുണ്ട്. അതായത് നല്ലപോലെ കുടുംബങ്ങൾ ഇരുന്ന് ആസ്വദിച്ച നല്ല കഥകൾ പോകുന്നിടത്തിൽ മസാല ചേർത്തുള്ള ആൽബങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. മനസ്സിലായോ? നടിമാർക്ക് തുണിയൊക്കെ കുറച്ചിട്ടുള്ള കുറച്ച് ആൽബങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ഡയറക്ടർക്ക്, എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഡയറക്ടർമാർക്ക് പങ്കുണ്ട്, പ്രൊഡ്യൂസർമാർക്ക് പങ്കുണ്ട്, കലാകാരന്മാർക്ക് നല്ല പങ്കുണ്ട്. അസൂയ മൂത്ത് പ്രാന്തായിട്ട് അത് ഒരു കോക്കസാണ്. അവരിപ്പോൾ രണ്ടാമത് ഈ ജനറേഷൻ ആൽബങ്ങളെ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പം അണിയറയിൽ പണി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇന്ന് പഴയ പോലെയല്ല, ഓഡിയൻസിന് നല്ല വിവരം വെച്ചു തുടങ്ങി. ക്വാളിറ്റി ഉള്ള സാധനം ഏതാണെന്നറിയാനും, പിന്നെ നമ്മൾ ആ കാലത്തെ ആളുകളുടെ മൈൻഡിൽ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവർ കൊള്ളാം എന്നുള്ള ലെവലിൽ സ്റ്റാമ്പ് ചെയ്യപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അന്ന് അതിനെ അസൂയ കൊണ്ട് പൈങ്കിളിയെന്ന് പറഞ്ഞ അവൻ ഇന്നും അത് തന്നെയാണ് പറയുന്നത്. അവൻ്റെ അഭിപ്രായം എനിക്ക് ചെയ്യാമെന്നാൾ വരെ മാറാൻ പോകുന്നില്ല. ഇനി അവൻ്റെ പുറയുള്ള കുട്ടികൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ അന്തസ്സോടെ നെഞ്ചും പിരിച്ച് നിന്ന് ഞാൻ പറഞ്ഞു, ഇതേ ചോദ്യം നമ്മുടെ MP ഷാഫി ഇങ്ങനെ പറയായിരുന്നു. കാലം കടന്നും ഷാഫിഖാൻ്റെ പാട്ടുകൾ ഇങ്ങനെ ആളുകൾ എടുത്ത് പാടുന്നുണ്ടെങ്കിൽ അത് ചെറിയ സ്ട്രഗിളൊന്നല്ല അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവുക, എഫേർട്ട് ഭയങ്കര അങ്ങനെ പറഞ്ഞപ്പം മറുപടി പോലെ ഞാനിങ്ങനെ പറയായിരുന്നു, എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ
ഇതിനെ ഒന്നും ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആവേശം പുറത്തോ ലഹരി പുറത്തോ ഒന്നുമല്ല. വളരെ ആലോചിച്ച് ചിന്തിച്ച് അർപ്പണബോധത്തോടു കൂടി നമുക്ക് ഇത് നമുക്ക് ചോറ് തരുന്നൊരു മേഖലയും കൂടിയായി ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയ അവരോടുള്ള ഉത്തരവാദിത്വം, നാടിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നൊരു കലാകാരനാന്നുള്ള ബോധം. കാരണം തിരിച്ച് നാട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നീ എന്താ നമ്മളെ നാട്ടിനെ പറയിപ്പിക്കുന്നതെന്ന് ഇന്ന് വരെ ഒരു കൊയിലാണ്ടി കൊല്ലത്തുനിന്ന് എന്നോടൊരുത്തരും ചോദിച്ചിട്ടില്ല. കാരണം അതിനുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പേഴ്സണലി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, അത് അവരെ നാട്ടുകാരോട് ചോദിക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളെ പേര് സ്റ്റാമ്പ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് പറിച്ച് കളയാൻ ഇപ്പോൾ രണ്ടാമത് കച്ച കെട്ടിയല്ലേ ഇനി മൂന്നാമത് കച്ച കെട്ടി ഇവർ വന്നിട്ടും കാര്യമില്ല. കാരണം അവരൊക്കെ പാരമ്പര്യം ഇത് ആസ്വദിക്കാൻ തുടങ്ങി. അതാണ് അവർക്കുള്ള കാലം കൊടുത്ത മറുപടി. അത് ഞാനന്ന് പറഞ്ഞു, നിൻ്റെയൊക്കെ പേരക്കുട്ടികൾ ഇന്നിരുന്ന് നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ട്, അന്ന് ഈ പൈങ്കിളി പാട്ട് എന്ന് പറഞ്ഞു. ഇപ്പം പണ്ട് ഞാൻ പല ഇൻ്റർവ്യൂസിലും കേട്ടിട്ടുണ്ട്, ഇപ്പം ബണ്ണ് ചൂടുവെള്ളത്തിൽ മുക്കി കഴിച്ച് വിശപ്പടക്കി പഴയ തുടക്കകാലം. ആ തുടക്കകാലത്തെ സ്ട്രഗിളിൽ നിന്ന് പിന്നീടൊന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നു, സ്വന്തം ഇരിക്കാനൊരു കസേര കിട്ടുന്ന സ്റ്റേജിലേക്ക് എത്തുന്നു കരിയർ. അതൊന്ന് റിലാക്സ് ആയി എസ്റ്റാബ്ലിഷ് ആയി നമ്മൾ ആ സ്ട്രഗിളിങ് സ്റ്റേജിൽ നിന്നൊക്കെ മാറി. പിന്നീട് ഒരു 3-4 വർഷം പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു മേഖല ഡൗൺ ആയി പോകുന്നു. ഈ സമയത്ത് വീണ്ടും ഇങ്ങനൊരു തിരിച്ചുവരവ് വരുന്നു. ഇപ്പൊ റീ എൻട്രി എനിക്ക് തോന്നുന്നു സ്റ്റാർ മാജിക് സമയമൊക്കെ ആയിരിക്കും തോന്നുന്നു അല്ലേ? ഇങ്ങനൊരു തിരിച്ചുവരവ് ഉണ്ടാകും, ഈ ഒരു മേഖലയിൽ വീണ്ടും പാട്ടുകൾ ഉണ്ടാവും. ആ ഒരു സ്ട്രഗ്ലിംഗ് വീണ്ടും രണ്ടാമത് വന്ന ആ ഒരു ഗ്യാപ്പ് സമയത്തൊക്കെ എന്തായിരുന്നു മനസ്സിലെ ചിന്ത, എന്തായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ ചെയ്ത് പറഞ്ഞുതരാം. ഗ്യാപ്പുള്ള, അതായത് നമുക്ക് CD മാർക്കറ്റിംഗ് കാര്യങ്ങളും അല്ലെങ്കിൽ CD മേക്കുന്ന പ്രൊഡ്യൂസേഴ്സൊന്നും ഇല്ലാതായി. കമ്പനികളെല്ലാം പല കടകളൊക്കെ അടിച്ചു പൂട്ടിയല്ലോ. പലരും വേറെ മേഖലയിലേക്ക് തിരിഞ്ഞു. മാർക്കറ്റിംഗ് കമ്പനികളിലെ മേക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ സീരിയലിനും സിനിമക്കൊക്കെ പിന്നാലെ പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. നമ്മളെ പഴയ ആൽബമൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്യാത്ത ആൽബം ഒന്നും ചെയ്തു പറയാം, ഇപ്പം ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് പറയും. ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ നമ്മൾ വലിയ പൈസ വാങ്ങാതെ കല്യാണ പരിപാടിക്ക് അതിന് ഇതിനൊക്കെ പോയിട്ട് വേറെ ട്രെൻഡിങ് ആയ പാട്ടൊന്നും പാടാൻ നിന്നില്ല. ഈ സ്റ്റാർ മാജിക്കിലടക്കം ഞാൻ എത്തിയിട്ട് ഞാൻ ചെയ്തത് എന്താണ്, അവിടെയും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളെ വീണ്ടും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നു. തല്ലുമലയിൽ അവസരം കിട്ടിയപ്പോൾ വേഗം അതിനകത്തും നമ്മൾ രണ്ടാമത് കൊണ്ടുവന്നു. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ സൂര്യകാ മനസ്സിൽ സലീമിൻ്റെ പാട്ട് വന്നു. അങ്ങനെ തുടർന്നങ്ങ് പോയത്. കാരണം ഞാൻ അപ്പോഴും നെഞ്ചോട് ചേർത്ത് എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ എൻ്റെ വർക്കിനെ പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്നപ്പോഴാണ് ഏറ്റവും വലിയ പണിയായത്. അത് ഭയങ്കര ഭീകരമായ പണിയായിപ്പോയി. ആ സമയത്ത് 800 രൂപ ദിവസക്കൂലിക്ക് മറ്റേ ഇവിടെ പോയി ടെക്സ്റ്റൈൽസിൽ എൻ്റെ സുഹൃത്തിൻ്റെ. പിന്നെ അപ്പോൾ ഒരുത്തൻ വന്ന് ഞാനിതൊക്കെ ചുരിദാറൊക്കെ മടക്കി വെക്കുന്നത് അറിയാവുന്ന പണിയാണ്, പണിക്ക് പോകണ്ടേ കുട്ടികൾ. അല്ലാതെ മറ്റുള്ളവനോട് വിളിച്ചിട്ട് എടാ വർക്കൊക്കെ കുറവാണ്, നീ ഒരു 5000 രൂപ അയക്കെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ആ ശീലമേ ഇല്ല. ഞാൻ പണിക്ക് പോകണം, നമുക്ക് ആഫിയത്തുണ്ടല്ലോ, ആരോഗ്യമില്ലേ, പിന്നെന്താ പ്രശ്നം? അപ്പോൾ അത് അന്തസ്സോട് കൂടിയാണ് പറയുന്നത്. അതൊരു തകർച്ചയായിട്ടോ ഇതൊന്നായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ അതിൻ്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതോ ഒരു ചങ്ങായി വന്നിട്ട് ഭയങ്കര നമ്മളെ പാട്ടിന് ഭയങ്കര ആരാധനയോടെ കാണുന്നവരൊക്കെ ഉണ്ടാവും. ഒളിച്ച് നിന്ന് ഞാനിത് മടക്കുന്നത് അതിലൂടെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് ഞാൻ അവനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്യിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തുക്കൾ ഗൾഫിലുള്ളവരൊക്കെ വിളിച്ച് നീ എന്ത് പണിയെ കാണിച്ച് നീ അങ്ങനെ പോവാൻ. ഞാൻ ചോദിച്ചു ഞാൻ പോയാൽ ഞാൻ എന്താ മഹാരാജാവോ? ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ പണ്ടും പണിക്ക് പോയിട്ടുണ്ട്, നാളെ ഇതില്ലാണ്ടായാലും ഞാൻ വേറെ പണിക്ക് പോകണ്ടേ. അപ്പോൾ കൊറോണ കാലത്ത് മാത്രമാണ് നമ്മൾ അങ്ങനെ പെട്ടിട്ടുള്ളൂ. മറ്റേ CD വീണന ഇല്ലാതായതോടുകൂടി നമുക്ക് വർക്കില്ല എന്നേ ഉള്ളൂ. ഇതുണ്ട്, ഗാനമേളകളുണ്ട്, കല്യാണ പരിപാടി എപ്പോഴും ഉണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. കാരണം ആജ്ഞാപിക്കലില്ല. പുറത്ത് നിന്ന് ഓഡിയൻസിൻ്റെ ഇടയിൽ നീ മറ്റേത് പാടറ അതൊന്നും പറയില്ല. കല്യാണ വീട്ടിൽ വളരെ ക്യൂട്ടായിട്ട് വളരെ നല്ല രസത്തിൽ നമുക്ക് നമ്മളിഷ്ടമുള്ള പാട്ടൊക്കെ പാടി അവരെ എൻജോയ് ചെയ്യിപ്പിച്ച് അവരെയും കൂടെ പാടിച്ച് അങ്ങനെയൊക്കെ പോവുക. ആ കാലം അങ്ങനെ കടന്നുപോയി. ആ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നെക്കാൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് പിന്നെ എന്നും ഇല്ലെങ്കിൽ ആ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടല്ലോ. എന്നെക്കാൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടുകൊണ്ട് പല വലിയ പദ്ധതികളും തുടങ്ങി വെച്ച, വീടിൻ്റെ പണി തുടങ്ങി വെച്ചവർ, വണ്ടി ലോണിനെടുത്തോള് ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയിട്ടുണ്ട്. ഇത് പിന്നെ പലരും ഗൾഫിലേക്കൊക്കെ പോയി, അങ്ങനെ പലരെയും ഇപ്പം പല സ്ഥലത്തുനിന്നും കാണാറുണ്ട്. അപ്പോൾ ഇപ്പം ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഓളം വീണ്ടും കണ്ടപ്പോൾ തെറ്റില്ല, ഒരു വർക്ക് ചെയ്താൽ കൊള്ളാം എന്നുള്ള ലെവലിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റിലായി.
ഇപ്പോൾ പണ്ടത്തെ പോയ കാലത്ത് ഒരുപാട് കലാകാരന്മാരെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള പുതിയ കലാകാരന്മാർക്ക് സ്റ്റേജ് സിംഗേഴ്സിന് സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്ക് വരെ ഉള്ളൊരു ക്വാളിറ്റി ഞാൻ കാണുന്നത് പെട്ടെന്ന് എല്ലാവരും കുടുംബത്തെ നന്നായി നോക്കി വീടൊക്കെ സെറ്റാക്കി ആദ്യം അത് പ്രയോറിറ്റി അടിപൊളിയാക്കുന്നുണ്ട്. അതിൽ നമ്മൾ പുതിയ കലാകാരന്മാരെ തിരിച്ചറിവ് അത് പോയ കാലത്തെ ഉള്ള ആളുകളിൽ നിന്ന് കിട്ടിയ പാടാണ്. പലരും ഒന്നുമില്ലാണ്ടായി. ഒന്നുമില്ല, പ്രശസ്തി മാത്രം, ഫെയിം മാത്രം വെച്ച് പോയ എത്ര പ്രശസ്തർ ലെജൻഡറി മ്യൂസീഷ്യന്മാർ ഒന്നുമില്ലാണ്ടായിപ്പോയി. ഫെയിം മാത്രം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ വൈകിയായിരിക്കും. അതെ അതെ അതെ. റിയലൈസ് പിന്നെ ഇന്നത്തെ അത്ര സാധ്യതകളും ഇന്നത്തെ അത്ര പേയ്മെന്റും കാര്യങ്ങളൊന്നും അന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഗീതത്തിനെ പറ്റി വലിയ അറിവില്ലാത്ത ഒരു ചോദ്യമായിട്ട് കരുതണം. സിനിമാ പാട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ഘടകം. പിന്നീട് വരുന്ന ലളിതഗാനം അല്ലെങ്കിൽ നമ്മളുടെ ആൽബം സോങ്, ഇപ്പം റാപ്പ്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്, പല പേരുകളിലാണ്. പക്ഷെ സാധാരണക്കാരൻ നോക്കുമ്പം എല്ലാം പാട്ടാണ്. ശരിക്കും ഇപ്പോൾ ഷാഫി നടന്ന വഴികളിലുള്ള ഈ ആൽബം സോങ്സ് എന്ന് പറയുന്ന അതേ ക്രിയേഷൻ തന്നെയല്ലേ ഇപ്പം വേടൻ ചെയ്യുന്നത്. വേടൻ്റേതായ സംഗീതത്തിൽ വേടൻ എഴുതി വേടൻ പാടുന്നു. ഷാഫിയുടെ സംഗീതത്തിൽ ഷാഫി എഴുതി ഷാഫി പാടുന്നു. അപ്പം അത് ആൽബം സോങ്ങും മറ്റേ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കായി മാറുന്നതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? ഒന്ന്, വേടൻ്റെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറ്റ് പോപ്പ് സിംഗേഴ്സിനെ അല്ല പറയട്ടെ, അതെ അല്ല അതെ അല്ല ഞാൻ അയാളെ വേറിട്ട് പറയും. വേടന്റെ പാട്ട് അവിടെയാണ് കൊള്ളുന്ന വരികൾ, അവിടെയാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് പറയാൻ പേടിയുള്ളതിനെ ഒരു കിടിലൻ മീഡിയ കൂടെ പാട്ടിലൂടെ നമ്മൾ പണ്ട് പഴത്തിനകത്ത് ഗുളിക വെച്ചിട്ട് നമ്മളെ പെറ്റ്സിന് കൊടുക്കും. ഞാൻ ആടിനെ പോറ്റിയോണ്ട് എനിക്കറിയാം. നമ്മളൊരു ഗുളിക കൊടുക്കാൻ ഇത് നേരിട്ട് കഴിക്കാത്തതുകൊണ്ട് പഴത്തിനകത്ത് വെച്ചിട്ട് അങ്ങ് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് പണ്ട് കൊടുത്തു ഞാൻ കേട്ടിട്ടുണ്ട്, അത് അപകടമാണ്. അപ്പോൾ അതുപോലെ പാട്ടിനകത്തൂടെ കിട്ടുന്ന ഒരു ഊർജം പ്രസംഗത്തിലൊന്നും കിട്ടൂല. വേടൻ പറയുന്ന അവൻ ചെറിയ ചെറിയ പ്രായക്കാരനാണ്. ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഒക്കെ പ്രായത്തിലെത്തുമ്പോഴത്തേക്ക് ആളൊരു വലിയ സാംസ്കാരിക തലത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇപ്പം അവൻ്റെ പ്രായത്തിൻ്റെ ചാബല്യത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കും നോക്കി ആളുകൾ ഭൂതക്കണ്ണാടിയും വെച്ചിരിക്കണ്ട. നിങ്ങൾ ഈ മഹാന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾ അവൻ്റെയൊക്കെ പ്രായത്തിൽ അതിനേക്കാൾ വലിയ കുരുത്തക്കേട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് മഹാസംഭവങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ അവരുടെ സ്വഭാവശുദ്ധി നോക്കിയിട്ടാണ് അവരുടെ പ്രതിഭകൾ സ്വീകരിച്ചതെങ്കിൽ, അവരുടെ സൃഷ്ടികൾ സ്വീകരിച്ചതെങ്കിൽ ഒരു വസ്തുവിന് കൊള്ളൂല. സൃഷ്ടികളല്ലാതെ വ്യക്തിത്വം ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേടൻ നിങ്ങൾ പേഴ്സണലൈസ് ചെയ്തിട്ട് അവൻ്റെ സ്വഭാവം വെച്ചിട്ടൊന്നുമല്ല വിലയിരുത്തേണ്ടത്. അയാളെ ക്രിയേറ്റിവിറ്റി, അയാൾ സമൂഹത്തിന് എന്ത് ചെയ്തു എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അയാൾ സമൂഹത്തിന് ചെയ്തിരിക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല. അവൻ ജാതീയത പാടിയപ്പോൾ ഇവിടെ ആരൊക്കെയോ അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട്, നീ എങ്ങനെ വേടനെ സപ്പോർട്ട് ചെയ്യുന്നത്? അയാൾ പിന്നെ ഈ പറഞ്ഞ ഇവിടെ ഇല്ലാത്തൊരു സാധനമല്ലേ വീണ്ടും പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇവിടെ ജാതീയത ഉണ്ടോ? അതിന് ശേഷം എത്ര മരണം നമ്മൾ കണ്ട്. ജാതിപ്രാന്ത് മൂത്ത് ഒരു പിന്നെ MBBS പഠിക്കാൻ പോയ പയ്യനെ കൊന്നൊടുക്കിയപ്പോൾ മതിയായല്ലോ അല്ലേ? ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ പല വിധത്തിൽ. അവൻ പച്ചയായ നേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് പലർക്കും പിടിക്കാത്ത, പലരെയും ചോടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അയാളുടെ പാട്ടിന് ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആൽബം ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ സമൂഹത്തിലെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അവസരോചിതമായി അവതരിപ്പിക്കുന്ന ആളുകളെ നമുക്ക് ഒരുപടി മുകളിൽ തന്നെ കാണണം. പിന്നെ മറ്റ് റാപ്പ് പാടുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ കോമൺ സബ്ജക്റ്റാണ് എടുക്കുന്നത്. വ്യത്യാസം എവിടെയാണെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് സ്റ്റൈലിൽ അവർ പർച്ചേസ് ചെയ്തിട്ടുള്ള പിന്നെ അവർ എന്നിട്ട് അതിൽ നിന്ന് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ടുള്ള ബീറ്റ്സ് ഉണ്ടല്ലോ, ബീറ്റ് ബോക്സുകൾ. നമ്മളെ മൈക്ക് ജാക്സനാണ് അതിൻ്റെ രാജാവ്. അപ്പം ആ വേൾഡ് വൈഡായിട്ട് കുറച്ചും കൂടെ സ്വീകാര്യതയുള്ള ഈ പോപ്പിൻ്റെ മേമ്പൊടികൾ ചേർത്തുകൊണ്ട് നമ്മളെ നാടിൻ്റെ തനത് പിന്നെ ഈണങ്ങളെ, നാടൻ ഈണങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള പോപ്പ് ഗായകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിനെയും ചുറ്റോടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഈ പറഞ്ഞ മാതിരി പ്രണയനൈരാശ്യവും അതുപോലെ അവർ അച്ചീവ് ചെയ്ത് വന്നിട്ടുള്ള അവർ നേരിട്ട ഇൻസൾട്ടിങ്, ഫജോനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർ നേരിട്ട ഇൻസൾട്ടിങ്ങിനെ കുറിച്ചും അതിൽ നിന്ന് അവർ മറികടന്ന് വന്നതിൻ്റെ ആനന്ദവും
അഭിലാഷും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതേ അനുഭവസ്ഥരായ കുറച്ച് ആളുകൾ തീർച്ചയായിട്ടും അവരെ പുതിയ കാലത്തിൻ്റെ താരങ്ങളായിട്ട് തന്നെ കാണും. നമ്മളെ ആ ഇവർ ആൽബം എന്ന് പറയുന്നത് നമ്മളെ എന്തുകൊണ്ടും അവർ ഒരു പടി മുകളിലാണ് പുതിയ കാലത്തിൻ്റെ ഈ പോപ്പ് സിംഗേഴ്സും അല്ലെങ്കിൽ ഇങ്ങനൊരു റാപ്പും പരിപാടിയൊക്കെ ആയിട്ട് വന്ന് ജനങ്ങൾക്ക് മികച്ചത് കൊടുക്കുന്ന ആളുകളെ ഞാൻ എൻ്റെ മുകളിലേ കാണുന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ അത് കമ്പയർ ചെയ്യല്ല, മനസ്സിലായി. നമ്മളതൊരു ഏരിയ വിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന തരത്തിലേക്കുള്ള ക്വാളിറ്റിയിലേക്ക് ഇപ്പം കടന്നു വരുന്നേ ഉള്ളൂ. ആ ചിന്ത നമുക്കിപ്പോൾ വരുന്നേ ഉള്ളൂ. ഒരു ദിൽഹെ ഫാത്തിമ മാത്രം ചെയ്തിട്ട് നമ്മൾ കുറച്ച് കടന്ന് ഒരു പടി മുന്നോട്ട് പിന്നെ പ്രോഗ്രാമിംഗ് സ്റ്റൈലൊക്കെ ചിന്തിച്ചെങ്കിലും കൂടി അത് തുടർന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ അതിനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്നതും ഇപ്പോഴത്തെ കാലത്തിൻ്റെ അനുയോജ്യമായ രീതിയിലേക്ക് കൊണ്ടുവന്നതൊക്കെ ഈ കുട്ടികൾ തന്നെയാണ്. അപ്പം അവരെ നമ്മളെന്തായാലും അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ അവർ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ നിന്നും നമ്മളെ ബാക്കി സോങ്സിനെ ആൽബം സോങ്സ് മ്യൂസിക്കിലൂടെ ഒന്നും വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് Just പേര് മാറുന്നല്ലോ. അത്രേ ഉള്ളൂ. സംഗതി ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളല്ലേ ഞാനൊക്കെ, അല്ലാതെ നമ്മളൊരിക്കലും പ്ലേ ബാക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആരും തന്നിട്ടില്ലല്ലോ. നമ്മളെ എപ്പോഴും ചെറുകിട സംഭവമായിട്ടാണ് നമ്മളെ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയരുത്. അത് പാട്ടിന് അല്ല, ഈ മേഖലയിലുള്ളവർ, ഓഡിയൻസിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ മേഖലയിലുള്ള ഇപ്പോൾ സിനിമാക്കാർ നമ്മളെ കണ്ടിട്ടുള്ളത് എന്താണ്, ആൽബത്തിൻ്റെ ആളുകൾ കുറച്ച് പേര്. എന്നാൽ പുതിയ കാലത്തേക്ക് സിനിമാക്കാരായിട്ട് വന്ന ഞങ്ങളുടെ ആൽബം കാലത്തെ കൊണ്ടാടി അന്ന് കോളേജുകളിൽ പഠിച്ച തല്ലുമാലയുടെ ഡയറക്ടർ ഖാലിദ് റഹ്മാനും പിന്നെ മുഹ്സിൻ പരാരിയൊക്കെ പോലുള്ള ആളുകൾ റെസ്പെക്റ്റോടു കൂടിയാണ് നമ്മളെ കണ്ടതും അവർ ആ കാലത്തെ നമ്മളെ പാട്ടുകൾ ആഘോഷിച്ചതും. വീണ്ടും അവർ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരുമ്പോൾ, അവരൊരു മുഖ്യധാരയിലേക്ക് വരുമ്പോൾ നമ്മളെയും കൂടെ ചേർക്കണം എന്നുള്ള മോഹമൊക്കെ ഉണ്ടായത് നമ്മളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ആ കാലത്ത് നമ്മളിങ്ങനെ വന്നത് തലവേദനയായി കണ്ടുകൊണ്ട് നമ്മളെ പുച്ഛത്തോടെ കാണാനും ഓഡിയൻസിലേക്ക് അതൊരു വളിപ്പൻ സാധനമാണെന്ന് വരുത്തി കൂട്ടാനും കരുതി കൂട്ടി ശ്രമിച്ച ഒരു വലിയ സംഘം സിനിമാ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അനുഭവമാണ്. അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? അതൊന്നും മുൻപ് എൻ്റെ ഒരു ചോദ്യം ഉണ്ട്. എനിക്കതൊരു വിഷയമല്ല. കാരണം എന്താ അറിയോ, എന്നെ സംബന്ധിച്ചോളം സിനിമയിൽ പാടിയാലാണ് ഒരു ഗായകൻ എല്ലാം ആകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അന്ന് അത് ഓക്കെയാണ്. കാരണം അന്ന് നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അന്ന് രാഗങ്ങൾ ബേസ് ചെയ്തും പിന്നെ കർണാട്ടിക് മ്യൂസിക്കിനെ സെമി ക്ലാസിക്കലിലൊക്കെ ഉപയോഗിച്ചും അങ്ങനെ ചിട്ടവട്ടത്തോടു കൂടി പാട്ടുകൾ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അങ്ങനത്തെ ലെജൻഡറി മ്യൂസീഷ്യന്മാരുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ പോയി എന്ന് പാടണമെങ്കിൽ ചില്ലറ കഴിവൊന്നും പോരാ. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ മാനദണ്ഡം ഇത് തന്നെയായിരുന്നു. ഏത് മ്യൂസിക് സംഗീതം നന്നായിട്ട് അഭ്യസിച്ചിരിക്കണം, അറിയണം, ഗമകങ്ങളും ഇതെല്ലാ സ്വരസ്ഥാനങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അതേ സ്ഥാനത്ത് പുതിയ കാലത്തെ സിനിമ പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്നത് അത്തരത്തിൽ കുറേ അധികം അത്തരത്തിലുള്ള പാട്ടുകളല്ല. പുതിയ കാലത്തുള്ളത് ഈസി ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇനിയിപ്പം നടന്മാരെ കൊണ്ട് പാടിക്കുന്നില്ലേ, എല്ലാ നടന്മാരും സിംഗേഴ്സ് അല്ല. അന്ന് ഏകദേശം വെറുതെ പാടി അതിനുള്ള ടെക്നോളജി ഇവിടെ ഉണ്ട്. വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് പോയാലും അതിനെ റാപ്പാക്കാനും പാട്ടാക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ആ ചിട്ടവട്ടങ്ങളൊന്നുമില്ല. അതുണ്ടായിരുന്ന സമയത്ത് നമ്മളെ തുടക്കകാലത്ത് നമ്മളിങ്ങനെ വരും, ഓനൊന്നും സിനിമയിലൊന്നും പാടാനായിട്ടില്ല, ഞാൻ സിനിമയിൽ പാടാൻ വേണ്ടി വന്നാന്ന് ആര് പറഞ്ഞു? ആരോടെയും പറഞ്ഞോ? എവിടെയെങ്കിലും പറഞ്ഞോ? നമ്മൾ സിനിമയിൽ നമുക്ക് മ്യൂസിക്കിന് അവസരം തന്നാൽ, കമ്പോസ് ചെയ്യാൻ അവസരം തന്നാൽ മുത്തു പോലത്തെ പാട്ടുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. സിറ്റുവേഷന് 2 പടത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തതാണ്, 2ഉം നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2 പടത്തിന് വേണ്ടിയിട്ട്, കല്ലായിക്കടവ് എന്ന് പറഞ്ഞ ഒരു പടത്തിന് വേണ്ടിയിട്ടും മണവാളൻ എന്ന് പറഞ്ഞ ഒരു പടത്തിന് വേണ്ടിയിട്ടും, അത് റീസെൻ്റ്ലിയാണ് 2 കൊല്ലം മുമ്പാണ് മണവാളൻ എന്ന് പറഞ്ഞ പടത്തിൽ എല്ലാം റെഡി എന്നും പറഞ്ഞ് നിന്നാണ്. പിന്നെ പ്രൊഡ്യൂസർമാർ ആ പ്രോജക്റ്റ് ഒരു കോൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല, സിനിമയിലേക്ക് പാടാനോ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും വർഷത്തിനിടയ്ക്ക്. ഇതന്നെ ഈ 2 അനുഭവങ്ങളല്ലേ. അല്ല, അതല്ലാതെ ഒന്നും വന്നിട്ടില്ല. ഒരാൾ കാരണം ഇപ്പം ഒരു പാട്ട് ഹിറ്റായാൽ അവൻ അടുത്ത സിനിമയിലാ. ഒരു സംഭവം ഉണ്ടായിരുന്നു. ജയേട്ടൻ്റെ ഒരു പടത്തിൽ പാടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി. ഒരു ക്യാമറമാനാണ് കൊണ്ടുപോയത്, പുള്ളിയുടെ കെയർ ഓഫിൽ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ പോയത് മുതലേ ആ പുച്ഛം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ആൽബത്തിൽ നിന്ന് വന്ന എന്തോ പാടുന്ന ഒരാളെന്നുള്ളൊരു സാധനം ആ സമയത്ത് എല്ലായിടത്തു നിന്നും കേൾക്കുന്ന കൂട്ടത്തിൽ ഇവിടെയും അതായിരുന്നു അവസ്ഥ. ഒന്നല്ല പാടി നമുക്കൊരു ഇതൊന്ന് പാടി നോക്കാം
എന്നൊക്കെ പറഞ്ഞ് പാടി നോക്കിയാൽ കൊള്ളാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ഞാനിത് ട്രൈ ചെയ്യുന്നില്ല ഇനി അഥവാ കൊള്ളാമെന്നുള്ള കാര്യമായിട്ടാണ് പറഞ്ഞെങ്കിൽ നമുക്ക് നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും മാറ്റം വരുത്തണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവും പോലെ ഞാൻ ശ്രമിക്കാം. നമുക്ക് പരിമിതികളുണ്ട് സിംഗിങ്ങിൽ അതെനിക്ക് തന്നെ അറിയാം. ഇന്നൊരു പാറ്റേൺ പാട്ടേ എനിക്ക് പാടാൻ പറ്റും. പക്ഷേ കമ്പോസിങ്ങിൽ പരിമിതിയൊന്നുമില്ല. അതുപോലെ എഴുത്തിലും അതൊക്കെ ഞാൻ അന്തസ്സായിട്ട് ചെയ്ത് പല നല്ല സിംഗേഴ്സിനെ കൂടെ പാടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആൾ ഈ മാറ്റങ്ങളൊന്നും വേണ്ട ഇത് മതി നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പാടിച്ച് ഞാൻ അധികാരമായിട്ടും പറഞ്ഞില്ല. എനിക്കറിയാം സിനിമയാണല്ലോ. അത് പണ്ടേ ഉള്ള ആളുകൾ പറയുന്നതാണ് സിനിമയാണ് വന്നാ വന്ന് അങ്ങനെ പടം വന്ന് നോക്കുമ്പോൾ നമ്മളില്ല, നമ്മളെ പാട്ടില്ല, വേറെ ആരോ പാടിയിരിക്കുന്നു. ഏത് പടം സിനിമയായിരുന്നത്? അത് പറയണ്ട, എന്തിനാണ്. എനിക്കതിൽ നിരാശയൊന്നുമില്ല. കാരണം എന്താ, നമ്മൾ സ്വന്തമായിട്ട് എഴുതി പിന്നെ കമ്പോസ് ചെയ്ത് പാടി അഭിനയിച്ച് അവതരിപ്പിച്ച ഒരു 10 പാട്ടെങ്കിലും നിങ്ങൾ ഈ പറയും പോലെ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന 2026 ആളുകളുടെ മൈൻഡിൽ നിങ്ങളെ മൈൻഡിലില്ലേ? എനിക്ക് അല്ല എത്ര CD ഇപ്പോഴും വീട്ടിൽ ഞാൻ പറയാം, ഒരു 10 എണ്ണം ഒരാളെ തിരിച്ചറിയാൻ ഒരു 10 പാട്ട് മതിയല്ലോ, ധാരാളം.